സാറേ, ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇറങ്ങിയ ബ്ലിറ്റ്സ് മാഗസിനിൽ രാഹുൽ ഗാന്ധിക്ക് 2 കുട്ടികളുണ്ട്, ഭാര്യയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളാണ് വരുന്നത്. അത് ആധികാരികമാണെന്നുള്ളത് രീതിയിലാണ് അതിൻ്റെ എഡിറ്റർ തന്നെ പിന്നീട് എക്സിൽ കുറിക്കുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളും ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, അതെല്ലാം ഏതാണ്ട് സത്യമായി വരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? മുമ്പ് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധിയുടെ വിവാഹത്തിനെ പറ്റി എവിടെയോ ഒരു ചോദ്യം, റായ്ബറീലിലോ മറ്റോ, അതെ, ഒരാൾ ചോദിച്ചു എന്നാണ് താങ്കൾ വിവാഹം കഴിക്കുക എന്ന മറ്റൊരു ചോദ്യം, എന്തോ സ്ഥിരീകരിക്കുന്ന വിധത്തിലോ മറ്റൊരു ഉത്തരം രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ ആണ് ഞാൻ രാഹുൽ ഗാന്ധിയുടെ പഴയൊരു കാമുകി കേരളത്തിൽ വന്ന് കുമരകത്ത് താമസിച്ചതിനെ പറ്റിയൊക്കെ അന്ന് ഓർമ്മയിൽ നിന്നൊക്കെ ഞാൻ സംസാരിക്കുകയാണ്. അന്ന് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ്. ഈ വെറോണിക്ക അല്ലെങ്കിൽ ജുവാനിറ്റ എന്ന് പറയുന്ന ആ കാമുകിയെ പറ്റി അന്ന് സംസാരിച്ചിരുന്നു. ആ ബന്ധത്തിൽ 2 കുട്ടികളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ബ്ലിറ്റ്സിൽ, മുമ്പാണെങ്കിൽ മുംബൈയിൽ നിന്ന് RK കരഞ്ജിയുടെ ബ്ലിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരെണ്ണം ഇറങ്ങിയിരുന്നത്, ടാബ്ലോയിഡ്. ഇതുപോലെ ധാരാളം കഥകൾ അതിൻ്റെ അകത്ത് മറച്ചു വെച്ചതുമൊക്കെ വരുന്നുണ്ടായിരുന്നു. അന്ന് നമ്മൾ പ്രധാനമായും പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാഹുൽ ഗാന്ധി ഈ വെറോണിക്ക കാർട്ടെല്ലി എന്ന് പറഞ്ഞ ഈ കൊളംബിയൻ യുവതിയുമായിട്ട് ചില ക്രിക്കറ്റ് മാച്ചിനൊക്കെ പ്രത്യക്ഷപ്പെട്ട സമയത്തൊക്കെ ചില ചിത്രങ്ങളൊക്കെ പുറത്ത് വന്നിരുന്നു. ആ സമയത്ത് ഞാൻ ആ ചിത്രങ്ങൾ ഭാവിയിലേക്ക് വേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് സംഘടിപ്പിച്ച് സൂക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. കുറെ കാലം അത് വീട്ടിൽ ഉള്ളത് ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ട്. ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇവർ ഇരിക്കുന്നതൊക്കെ, ഒരുമിച്ചിരിക്കുന്ന ചിത്രങ്ങളുമൊക്കെ. അങ്ങനെ നമ്മൾ അത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ ഈ കേംബ്രിഡ്ജിൻ്റെ ട്രിനിറ്റി കോളേജിൽ വെച്ച് കണ്ടുമുട്ടി എന്നാണ് പറയപ്പെടുന്നത്. ഇവർ ശരിക്കും കൊളംബിയൻ ഈ ഡ്രഗ് കാർട്ടലുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവർ സ്പാനിഷ് ആണെന്നാണ് ഈ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വൃന്ദ ഗോപിനാഥ് എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലുണ്ടായിരുന്ന ലേഖികയ്ക്ക് കൊടുത്തൊരു അഭിമുഖത്തിൽ ആണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇവർ സ്പാനിഷ് ആണെന്ന്. ഇവർ സ്പാനിഷ് ആണ്, മാത്രമല്ല അവർ ആർക്കിടെക്ചർ പഠിക്കുകയാണ് എന്നൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ഈ കൊളംബിയ ബന്ധം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുന്ന വിധത്തിലാണ് രാഹുൽ ഗാന്ധി അന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇവർ സ്പാനിഷാണ് എന്ന് വരുത്തി തീർത്തു, കൊളംബിയൻ ബന്ധമൊക്കെ എടുത്ത് മാറ്റി. അങ്ങനെ 1998 ഈ വെറോണിക്ക കാർട്ടെല്ലി ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത്. ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ ഒരു റാലി, ആദ്യത്തെ റാലി, കന്നി റാലി, അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെറോണിക്ക വന്നത്. അത് കഴിഞ്ഞ് ഇവർ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ലക്ഷദ്വീപ്, ഇവിടെയൊക്കെ രാഹുൽ ഗാന്ധി ഈ വെറോണിക്കയും കൊണ്ട് നടന്നു. അവർ ഒന്നിച്ച് താമസിക്കുക, ഒന്നിച്ച് നടക്കുക, അങ്ങനെയൊക്കെയാണ്. അങ്ങനെയാണ് 2003 ഇവർ കുമരകത്ത് വന്നിട്ട് കുമരകം റിസോർട്ടിൽ താമസിച്ചത്. കുമരകം റിസോർട്ടിൽ ഇവർ താമസിച്ച ആ സമയത്ത് നമ്മൾ മറ്റേ വാർത്തകളൊക്കെ ചെയ്യുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, മലയാള പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയൊക്കെ ആയിട്ട് വന്നു. അങ്ങനെ വാർത്ത വന്നതിൻ്റെ പിന്നാലെ പ്രൊഫസറായിരുന്ന ഒരു ജോൺ M. ഇട്ടി പ്രൊഫസറായിരുന്നു അദ്ദേഹം, സോഷ്യൽ ആക്ടിവിസ്റ്റും ഒക്കെയാണ്. ഇങ്ങനെ ഈ രാഹുൽ ഗാന്ധിക്കും ഈ സ്ത്രീക്കും എതിരെ ഇമ്മോറൽ ട്രാഫിക്കിങ്ങിന് കേസെടുക്കണം എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയി. കാരണം ഇവർ ഒന്നിച്ചാണ് ഒരു മുറിയിലാണ് കഴിഞ്ഞത് എന്നൊക്കെ വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കല്യാണം കഴിക്കാതെ 2 പേരും ഇങ്ങനെ താമസിക്കുന്നത് അവിഹിത ബന്ധത്തുമായിട്ടൊക്കെ കരുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പോലീസിനോട് കേസെടുക്കാൻ കോടതി നിർദ്ദേശിക്കണം എന്ന് പറഞ്ഞിട്ട് ജോൺ M. ഇട്ടി എന്ന് പറഞ്ഞൊരാൾ കേസ് കൊടുത്തതായിട്ട് അക്കാലത്ത് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ആ കേസ് പിന്നീട് എന്തായി എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഈ ജോൺ ഇട്ടിയുടെ കേസ് മാത്രമാണ് ഓർമ്മയുള്ളത്. ഈ കേസിൻ്റെ കാര്യം ഞാൻ അന്ന് പറയുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഈ ജുവാനിറ്റ എന്നാണ് ആദ്യകാലത്തൊക്കെ ഈ വെറോണിക്ക പേര് വന്നത്. പക്ഷേ ഈ വൃന്ദ ഗോപിനാഥുമായിട്ടുള്ള അഭിമുഖത്തിലാണ് രാഹുൽ ഗാന്ധി അല്ല, അവരുടെ പേര് വെറോണിക് കാർട്ടെല്ലി
എന്നാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് സമീപകാലത്ത് ഈ മറ്റേ ബ്ലിറ്റ്സിൽ ഈ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. അത് എത്രമാത്രം ശരിയാണെന്നൊക്കെ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം അങ്ങനത്തെ പ്രായമുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ചിത്രമൊക്കെ പുറത്തു വരാതൊക്കെ ഇരിക്കില്ല. ഈ അമേരിക്കൻ യാത്രകളുടെയൊക്കെ പിന്നാലെയൊക്കെ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ അതിനു മുമ്പ് ഈ രാഹുൽ ഗാന്ധിയായിട്ടൊരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നത് പ്രിൻസസ് നോയൽ ആയിട്ടാണ്. അഫ്ഗാൻ രാജകുമാരി നോയൽ സഹേർ എന്നാണ് അവരുടെ പേര് ശരിക്കും. ശരിക്കും അവരുടെ അച്ഛൻ ബാപ്പ പൈലറ്റ് ആയിരുന്നു. റോയൽ അഫ്ഗാൻ എയർഫോഴ്സിൽ അഫ്ഗാനിസ്ഥാൻ്റെ എയർഫോഴ്സിൽ അദ്ദേഹം പൈലറ്റ് ആയിരുന്നു. പ്രിൻസ് മുഹമ്മദ് ദാവൂദ് പസ്തൻയാർ ഖാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എയർഫോഴ്സിൽ സെക്കൻഡ് ലെഫ്റ്റനൻ്റ് ആയിരുന്നു. റോയൽ അഫ്ഗാൻ എയർഫോഴ്സിൽ പൈലറ്റും ഒക്കെ ആയിരുന്നു. അമ്മ പ്രിൻസസ് ഫാത്തിമ ബീഗം, അവർ ഫസ്റ്റ് സെക്രട്ടറി. ഇത് ബന്ധം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോമിലായിരുന്നു ഈ പ്രിൻസസ് നോയലിൻ്റെ അമ്മ അവിടെ ഫസ്റ്റ് സെക്രട്ടറി ആയിരുന്നു റോമിലെ അഫ്ഗാൻ എംബസിയിൽ 2005. അത് കഴിഞ്ഞ് അവർ അഫ്ഗാനിസ്ഥാൻ്റെ ഷാർ ദഫാറെ ആയി 2007. അപ്പോൾ റോമിലാണല്ലോ കുടുംബമുള്ളത്. അങ്ങനെയാണ് ഈ ബന്ധം വരുന്നത്. ഈ പ്രിൻസസ് ഫാത്തിമ ബീഗം, അതായത് പ്രിൻസസ് നോയലിൻ്റെ ഉമ്മ, അവരുടെ ബാപ്പ മുഹമ്മദ് ആരിഫ് ഖാൻ എന്ന് പറഞ്ഞിരുന്ന ആള് റഷ്യയിലെ അഫ്ഗാൻ അംബാസഡർ ആയിരുന്നു. അപ്പോൾ വലിയ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഈ പ്രിൻസസ് നോയൽ എന്ന് പറയുന്ന ആൾ. മാത്രമല്ല അവർ ഈ മുഹമ്മദ് സാഹിർ ഷാ എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാൻ്റെ രാജാവ് 1933 മുതൽ 1973 ഈ അഫ്ഗാൻ രാജാവായ മുഹമ്മദ് സഹിർ ഷായുടെ കൊച്ചുമകളും കൂടിയാണ് ഈ പ്രിൻസസ് നോയൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ രാജകുടുംബത്തിൽ നിന്നുള്ള ആളാണ്. അവർ ഈ രാഹുൽ ഗാന്ധി വിവാഹം ചെയ്യും എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ ഇസ്ലാം വിട്ടിട്ട് ക്രിസ്തുമതം സ്വീകരിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല അവർ ഡൽഹിയിൽ വന്നിട്ട് സോണിയയുടെ ഹോം ചാപ്പലിൽ പ്രാർത്ഥിക്കാൻ പോയിരുന്നു എന്നൊക്കെ ചില റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നുണ്ട്. അതാണ് ഈ അറിയപ്പെടുന്ന ഒരു ബന്ധം രാഹുൽ ഗാന്ധിയുടെ. ഈ അതേസമയം ഈ വെറോണിക്ക ജുവാനിറ്റ എന്ന് പറയുന്ന ആ കാമുകിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ചില പത്രങ്ങൾ ഈ നതാലിയ റാമോസ് എന്ന് പറഞ്ഞിട്ടൊരു സ്പാനിഷ് നടി, അവർ 2007 ബ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയിൽ വേഷം ചെയ്തതിന് കീർത്തി കേട്ട ആളാണ്. ഹൗസ് ഓഫ് അനോബീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെലിവിഷൻ സീരിയലിലും അവർ താരമായിരുന്നു ഈ നതാലിയ റാമോസ്. ഇപ്പോൾ അവർ അമേരിക്കയിലാണ്, ജൂത കുടുംബത്തിൽപ്പെട്ടാണ്, അമേരിക്കയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവരുടെ അച്ഛൻ സ്പാനിഷ് പോപ്പ് ഗായകനായിരുന്നു, അമ്മ ഓസ്ട്രേലിയനായിരുന്നു. ഈ നതാലിയ റാമോസ് ആണ് ശരിക്കുള്ള കാമുകി എന്ന് പറഞ്ഞിട്ട് നതാലിയ റാമോസിൻ്റെ കൂടെ രാഹുൽ ഗാന്ധി നിൽക്കുന്ന ചിത്രവും കുറേ കാലം ഈ വെറോണിക്കയുടെ ചിത്രത്തിനും പകരം നതാലിയ റാമോസ് ആണ് കാമുകി എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാനൊക്കെ ഇടവന്നു. പല മാധ്യമങ്ങളും നതാലിയ റാമോസിൻ്റെ കൂടെയുള്ള രാഹുലിൻ്റെ ചിത്രങ്ങൾ അച്ചടിച്ചതിനെ തുടർന്ന്. അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലം കിടക്കുന്നുണ്ട്. ഏതായാലും അവർ പിന്നീട് അവരുടേതായ ജീവിതമായിട്ട് മുമ്പോട്ട് പോയി. അതുപോലെ ഈ പ്രിൻസസ് പിന്നീട് 2013 ഈജിപ്ത് രാജകുമാരൻ മുഹമ്മദ് അലിയെ വിവാഹം ചെയ്ത് നിക്കാഹ് ചെയ്ത് അവരുടേതായ വഴിക്കുമൊക്കെ പോയി. ഇങ്ങനെ ഉള്ള ഈ കാലഘട്ടത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ പുതിയ വാർത്തകളും
പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ബ്ലിറ്റ്സി പുറത്തു വിട്ടേക്കുന്ന വാർത്തകൾ എന്തായാലും വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആളുകളൊക്കെ ഏറ്റെടുത്തു, ഓൺലൈൻ മീഡിയയിൽ നിന്ന് മറ്റ് മെയിൻ സ്ട്രീമിലുള്ള മീഡിയസും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ, കൂടുതൽ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പുറത്ത് വരുമായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് അത് എപ്പോഴെങ്കിലും അതൊരു സത്യമാണെങ്കിൽ പുറത്തു വരും എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം 19 വയസ്സ് അതെ മകന് എന്നൊക്കെ പറയുന്നത് കൊണ്ട് പ്രായപൂർത്തിയായിരുന്നു. പക്ഷേ അതെങ്ങനെ സ്ഥിരീകരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ചിത്രങ്ങളും കൂടിയൊക്കെ പുറത്ത് വരേണ്ടതാണല്ലോ. അതെ, അങ്ങനെ ഈ ഡിജിറ്റൽ യുഗത്തിൽ അതൊക്കെ എങ്ങനെ മറച്ചു പിടിക്കുന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. എന്തായാലും ഇവർ ഒരു തവണ ഗർഭിണി ആയതാണ്, അത് അലസിപ്പിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ പ്രിൻസസ് നോയൽ സഹേർ എന്നാണ് അവരുടെ മുഴുവൻ പേര്. ഈ ആദ്യകാല കാമുകിയെ പറ്റി അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും വരട്ടെ, കൂടുതൽ വിവരങ്ങൾ അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം വിശദമായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.